വെൽക്കം. തഹമനാണ്. പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻസ് വീഡിയോ സീരീസിൽ ഈ വീഡിയോ ഹീമോഫ്ലജല്ലേറ്റ്സ് വിഭാഗത്തിലെ ട്രിപ്പനോസോംസിനെ കുറിച്ചിട്ടാണ്. ട്രിപ്പനോസോംസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലീഷ്മേനിയെ കുറിച്ച് പറഞ്ഞു, അത് ഹീമോഫ്ലജല്ലേറ്റ് തന്നെയായിരുന്നു. സോ ഈ വീഡിയോയിൽ നമ്മൾ ട്രിപ്പനോസോംസിനെ കുറിച്ചാണ് പറയാം. സോ ട്രിപ്പനോസോംസിനെ കുറിച്ച് പറയണം, അവ ഉണ്ടാക്കുന്ന രോഗങ്ങളെ കുറിച്ച് പറയണം, അവയുടെ ലൈഫ് സൈക്കിൾ നമുക്ക് പറയാം. then അവസാനം നമുക്ക് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന മരുന്നുകളെ പറ്റി ജസ്റ്റ് ഒന്ന് പറയണം. മരുന്നുകളെ പറ്റി നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. ട്രിപ്പനോസോംസ് ആണ് ട്രിപ്പനോസോമിയാസ് ഉണ്ടാക്കുന്നത്. പക്ഷേ ട്രിപ്പനോസോമിയാസിസ് ഒറ്റ ഒരു അസുഖമല്ല, രണ്ട് അസുഖങ്ങളാണ്. ഒന്ന് അപ്പം നമുക്ക് രണ്ടാക്കാം. ഒന്ന് സ്ലീപ്പിംഗ് സിക്നസ് ആണ്. രണ്ടാമത്തത് ചാഗാസ് ഡിസീസ്. ചാഗാസ് ഡിസീസ് എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് അസുഖങ്ങളാണ്. സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്നത് ട്രിപ്പനോസോമ ബ്രൂസി ആണ്. സോ ട്രിപ്പനോസോമ BRUCI ബ്രൂസി ആണ് സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇതിൽ തന്നെ രണ്ട് തരമുണ്ട്, ഉപവിഭാഗമുണ്ട്. സോ രണ്ടാക്കാം. TB എന്ന് നമുക്ക് എഴുതാം. ഒന്ന് ഗാംബിയൻസ് ആണ്. GAMBIENS ഗാംബിയൻസ്. രണ്ടാമത്തത് ട്രിപ്പനോസോമ ബ്രൂസി തന്നെയാണ്, അത് റോഡിസെൻസ്. REI ആണ്. റോഡിസെൻസ്. ഓക്കെ. ചാഗാസ് ഡിസീസ് ഉണ്ടാക്കുന്നത് ട്രിപ്പനോസോമ ക്രൂസി ആണ്. സോ ഇത് ട്രിപ്പനോസോമയാണ്, പക്ഷേ ക്രൂസി ആണ്, ബ്രൂസി അല്ല. സോ അപ്പൊ നമുക്ക് ആദ്യം ഈ സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്നതിനെ പറ്റി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പറയാം. അപ്പൊ നമുക്ക് ട്രിപ്പനോസോമ ബ്രൂസി ഗാംബിയൻസ് ഇവിടെ എഴുതാം. ആൻഡ് ഇവിടെ നമുക്ക് റോഡിസെൻസ് എഴുതാം. സോ റോഡിസെൻസ് ആൻഡ് ഗാംബിയൻസ്. സോ രണ്ടും ഹീമോഫ്ലജല്ലേറ്റ്സ് ആണ്, രണ്ടും പ്രോട്ടോസോവയാണ്, രണ്ടിനും ഫ്ലജല്ല ഉണ്ട്. സോ രണ്ട് കാര്യത്തിലും സെയിം ആണ്. ആൻഡ് രണ്ടിനും രണ്ട് ഹോസ്റ്റുകൾ ഉണ്ട്. സോ 2 ഹോസ്റ്റുകൾ രണ്ടിനും ഉണ്ട്. ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കാൻ 2 ഹോസ്റ്റുകൾ വേണം. രണ്ടിനും ഹ്യൂമൻ ഓർ റോഡന്റ് ആണ് ഡെഫിനിറ്റ്. സോ ഹ്യൂമൻ ആകാം ഓർ റോഡന്റ് ആകാം. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് ഇൻസെക്ട്സ് ആണ്. രണ്ടിന്റെയും ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് രണ്ടിന്റെയും CC ഫ്ലൈ ആണ്. CC ഫ്ലൈ ആണ്. ആൻഡ് ഗാംബിയൻസിൽ CC ഫ്ലൈ ഈസ് ഗ്ലോസിനയാണ്. ഗ്ലോസിന പാൽപാലിസ് ആണ്. PALPALIS പാൽപാലിസ് ആണെങ്കിൽ ഇവിടെയും ഗ്ലോസിന തന്നെയാണ്, പക്ഷെ ഗ്ലോസിന മോർസിറ്റൻസ് ആണ്. ഈ ഒരു വ്യത്യാസമുണ്ട്. സോ രണ്ടിലും മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടിനും രോഗം പകർത്താനായിട്ട് പറ്റും. ആൻഡ് രണ്ടും സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്നു. ഗാംബിയൻസ് ഉണ്ടാക്കുന്നത് വെസ്റ്റ് ആഫ്രിക്കൻ ആണ്. വെസ്റ്റ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ആണെങ്കിൽ ഇതുണ്ടാക്കുന്നത് ഈസ്റ്റ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ആണ്. സോ രണ്ടും സ്ലീപ്പിംഗ് സിക്നസ് ആണ്, പക്ഷെ ഇത് ഗാംബിയൻസ് ഉണ്ടാക്കുന്നത് വെസ്റ്റ് ആഫ്രിക്കൻ ആണെങ്കിൽ റോഡിസെൻസ് ഉണ്ടാക്കുന്നത് ഈസ്റ്റ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ആണ്. ആൻഡ് ഗാംബിയൻസ് ഉണ്ടാക്കുന്ന ഈ വെസ്റ്റ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് സ്ലോ ആയിട്ട് തുടങ്ങി, സ്ലോ ആണ്, ദെൻ ക്രോണിക് ആകുന്ന അസുഖമാണെങ്കിൽ ഇത് പക്ഷെ ഉണ്ടാക്കുന്നത് അക്യൂട്ട് ആണ്. കുറെ കൂടി അക്യൂട്ട് ആണ്, ഫാസ്റ്റ് ആണ്, വേഗത്തിൽ പിടിപെടും. ഇനി ഗാംബിയൻസ് മൂലമുള്ള വെസ്റ്റ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ആണ് 97% പേരിലും വരിക. ആൻഡ് ദിസ് ഈസ് ഓൺലി 3 to 5% മാത്രമേ വരുന്നുള്ളൂ. താഴെയാണ്, 5% താഴെയാണ്. അപ്പോ ഗാംബിയൻസ് ഇവിടെ, റോഡിസെൻസ് ഇവിടെ. രണ്ടും പകരുന്നത് CC ഫ്ലൈയുടെ ഗ്ലോസിന തന്നെയാണെങ്കിൽ സ്പീഷീസിൽ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷെ രണ്ടിലും പകർത്തുന്നത് കടിയേൽക്കുമ്പോഴാണ്. കടിയേൽക്കുക എന്ന് പറയുമ്പോൾ അവയുടെ സലൈവയിലൂടെയാണ് പകരുക. സോ ദിസ് ഇസ് സ്പ്രെഡ് ത്രൂ സലൈവ. മനുഷ്യനിലേക്ക് സലൈവയിലൂടെയാണ് അവർ കടിക്കുമ്പോൾ. സോ ഇത് കടക്കുന്ന ഫോം എന്ന് പറയുന്നത് മെറ്റാസൈക്ലിക് ട്രിപ്പോമാസ്റ്റിഗോഡ് ഫോം. ഈ ഫോമിലൂടെയാണ് ഇത് ശരീരത്തിലേക്ക് കടക്കുക. സോ മോർഫോളജി ഓഫ് ദ പാരസൈറ്റ് ഇൻ ദ ഹോസ്റ്റ് ഈസ് ട്രിപ്പോമാസ്റ്റിഗോഡ് ഫോമിലാണ്. ആൻഡ് ട്രിപ്പോമാസ്റ്റിഗോഡ് ഫോം ഇതിൽ 3 തരത്തിലിരിക്കാം. ഒന്നൊരു ലോങ് ആയിട്ടുള്ള ഫ്ലജെല്ലം ഉള്ളത്, ഫ്ലജെല്ലേറ്റ് ആണല്ലോ സാധനം, സിലിണ്ടർ ഫോം ആണ്. ലോങ് ഫ്ലജെല്ലേറ്റ് ഓർ സിലിണ്ടർ ഫോം ആണ്. രണ്ടാമത്തത് ഒരു ഷോർട്ട്, ചെറിയ ഇടുങ്ങിയ സ്റ്റംബി ഫോം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഫ്ലജെല്ലം ഫ്രീ അല്ല, ഫ്രീ ഫ്ലജെല്ലം ഇല്ല. സോ ഫ്ലജെല്ലം ഫ്രീ അല്ല. ആൻഡ് മൂന്നാമത്തത് ഇതിന് രണ്ടിനും ഇടയിലുള്ള ഇന്റർമീഡിയറ്റ് ഫോം. സോ ലോങ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഉണ്ട്, ഷോർട്ട് ഉണ്ട്. ഇതിനെ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ലോങ് സിലിണ്ടർ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വരയ്ക്കാം. സാധനം ഇങ്ങനെ ഇരിക്കുന്നു എന്ന് കരുതാം. ആൻഡ് ഇത് അതിന്റെ ന്യൂക്ലിയസ് ആണ്. ആൻഡ് ദിസ് ഈസ് അതിന്റെ കൈനറ്റോപ്ലാസ്റ്റ് ആണ്. ആൻഡ് ഫ്ലജെല്ല നമ്മൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഒരു അണ്ടുലേറ്റിംഗ് ഫോം ഓഫ് ഫ്ലജെല്ലയാണ്, അണ്ടുലേറ്റിംഗ് മെംബ്രെയിൻ ലൈക്ക് ഫ്ലജെല്ല. ആൻഡ് ദിസ് ഈസ് ദ ലോങ് വൺ, ദിസ് ഈസ് ദ ഇൻഫെക്റ്റീവ് ഫോം. സോ ഇതാണ് ഇൻഫെക്റ്റീവ് ഫോം ഓഫ് ദ പ്രോട്ടോസോവ. ആൻഡ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 1 to 2 weeks ആണ്. സോ ഫ്ലൈ കടിക്കുമ്പോൾ സലൈവയിലൂടെ ഇവിടെ സ്ലെൻഡർ ട്രിപ്പനോമാസ്റ്റിഗോഡ് ഫോം നമ്മുടെ ശരീരത്തിലെത്തും. അത് അവിടെ നമ്മുടെ സ്കിന്നിൽ ഒരു ചാങ്കർ ഉണ്ടാക്കും. സോ അതിനെ നമ്മൾ വിളിക്കുക ചാങ്കർ എന്നാണ്. സോ ഓർത്ത് വെക്കുക, ഇറ്റ്സ് എ ഹാർഡ് ടെൻഡർ മാസ് ആണ്. ആൻഡ് ഈ സാധനം ഈ ചാങ്കറിൽ ഇത് ഡിവൈഡ് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ഈ ചാങ്കർ പിന്നീട് ഹീൽ ചെയ്യും. അപ്പോഴത്തേക്കും ഇവ ബ്ലഡിനകത്തേക്ക് കടന്നു. സോ ഇതൊരു ഹീമോഫ്ലജല്ലേറ്റ് ആണല്ലോ, അപ്പോൾ ബ്ലഡിലെത്തണം. സോ ശരീരത്തിലെത്തിയ ഇവ നമ്മുടെ മാക്രോഫേജസ് ആണ് ഇതിനെ പിടിച്ച് ഭക്ഷിക്കുക. സോ മാക്രോഫേജസിന്റെ ഉള്ളിലെത്തുകയാണ്. മാക്രോഫേജസിനകത്ത് ഇവ ഡിവൈഡ് ചെയ്യുകയാണ്, ഇന്റർമീഡിയറ്റ് ഫോം ആവുന്നു, ദെൻ ഷോർട്ട് ഫോം ആവും. സോ പെരിഫറൽ ലിംഫ് നോട്ട്സ് ഒക്കെ ആണെങ്കിൽ പിന്നീട് ഇവ CNS എത്തും.
സോ അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹീമോലിംഫാറ്റിക് സ്റ്റേജ് ആണ്. ഹീമോലിംഫാറ്റിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്കും ഫനി ഉണ്ടായേക്കാം, ജനറൽ ലിംഫഡിനോപ്പതി ഉണ്ടായേക്കാം, ഹെപ്പാറ്റോസ്പീനോമെഗാലി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാം. ദെൻ എഡീമ ഓഫ് ഹാൻഡ് ആൻഡ് ഫീറ്റ് ചിലപ്പോൾ കണ്ടേക്കാം, ചിലപ്പോൾ ഹൃദയത്തെ ബാധിക്കാം, കാർഡൈറ്റിസോ കണ്ടക്ഷൻ ഡിഫക്റ്റ് ഓൺ ഹാർട്ട് ഒക്കെ ഉണ്ടാക്കാം. സോ ഈസ്റ്റ് ആഫ്രിക്കൻ ആണെങ്കിലാണ് ഈ ഹൃദയത്തേക്ക് ബാധിക്കും. ദെൻ മാസങ്ങൾക്ക് ശേഷം അപ്പോൾ ഇവ CNS ലേക്ക്. സോ ആദ്യം ഹീമോലിംഫാറ്റിക് സ്റ്റേജ്, ദെൻ CNS സ്റ്റേജ്. സോ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റേജ് ആണ് അപ്പോൾ CNS ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. CNS എന്ന് പറയുമ്പോൾ പ്രോഗ്രസീവ് ന്യൂറോളജിക്കൽ ഇമ്പയർമെന്റ് ആണ് ഉണ്ടാകും. സോ പ്രോഗ്രസീവ് ന്യൂറോളജിക്കൽ ഇമ്പയർമെന്റ് ഇൻ ദ CNS ഉണ്ടാകും. സോ ഗാംബിയൻസ് മൂലമുള്ള പതിയെ ആണെങ്കിൽ റോഡസൻസ് വേഗത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് തുടങ്ങുന്നത് സിവിയർ ഹെഡേക്ക് ഒക്കെ ആയിരിക്കാം, സിവിയർ ഹെഡേക്ക്, ദെൻ ഇന്നബിലിറ്റി ടു കോൺസെൻട്രേറ്റ്, ബിഹേവിയറൽ ചേഞ്ചസ്, അങ്ങനെയൊക്കെയുള്ള മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ആൻഡ് അതിൽ ഏറ്റവും കൂടുതലുള്ളത് അഗ്രസീവ് ഡേ ടൈം സ്ലീപ്പാണ്. പകലുറക്കം, ഭീകരമായിട്ടുള്ള പകലുറക്കം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒക്കെ ഉറങ്ങിപ്പോകാം, ഏത് പൊസിഷനിലും ആൾ ഉറങ്ങിപ്പോകും. സോ അതുകൊണ്ടാണ് ഇതിനെ രണ്ടും ഉണ്ടാക്കുന്നത് സ്ലീപ്പിംഗ് സിക്നസ് എന്ന് നമ്മൾ വിളിക്കുക. സോ ബിക്കോസ് ഓഫ് ദ ഇൻവോൾവ്മെന്റ് ഓഫ് ദ CNS ഇൻവോൾവ്മെന്റ് മൂലമാണ്. ദെൻ പിന്നീട് അത് കോമയാകുന്നു, കോമ ദെൻ ഡെത്ത് ആകും. സോ ഇനി ലൈഫ് സൈക്കിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. സോ അതിന്റെ ആ ഷോർട്ട് സ്റ്റംബി ഫോമിനെ അടുത്ത സംഭവം ഈ ഗ്ലോസീന വന്ന് കടിക്കുമ്പോൾ അതിനകത്തേക്ക് കയറുന്നു. അതിൽ ഇതേ ഫേസുകളൊക്കെ തന്നെ കഴിഞ്ഞ് അവസാനം വീണ്ടും ട്രിപ്പോമാസ്റ്റിക്കോഡ് ഓർ മെറ്റാസൈക്ലിക് ട്രിപ്പോമാസ്റ്റിക്കോഡ് ഫോമായിട്ട് അത് മാറും. സോ വീണ്ടും അടുത്ത ആളെ കളിക്കുന്നു. ഇതാണ് ലൈഫ് സൈക്കിൾ. സോ ഒന്ന് സലൈവയിലൂടെയാണ് ഇത് കടക്കുക എന്നുള്ളത് ഓർത്ത് വയ്ക്കും. സോ നമുക്ക് ഡയഗ്നോസിസിന് നമുക്ക് ചാങ്കർ നോക്കാം. ദെൻ ഗാംബിയൻസ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് ലിംഫ് നോഡിൽ നിന്ന് നമുക്ക് ബയോപ്സി സംഭവങ്ങൾ എടുക്കാം. റോഡിസൻസ് ആണെങ്കിൽ നമുക്ക് ബ്ലഡിൽ നിന്ന് തന്നെ കിട്ടും. ദെൻ CSF ബിക്കോസ് സെൻട്രൽ നർവസ് സിസ്റ്റം ഉള്ളതുകൊണ്ട് CSF ടെസ്റ്റ് ചെയ്യേണ്ടി വരും. നമുക്കതിനെ സ്റ്റെയിൻ ചെയ്യാനായിട്ട് ജീസ്മ സ്റ്റെയിനോ അല്ലെങ്കിൽ റൈറ്റ് സ്റ്റെയിനോ അങ്ങനെയൊക്കെയുള്ള സ്റ്റെയിൻ ഉപയോഗിക്കാം. ദെൻ സിറോളജി നമ്മൾ ആന്റിബോഡി വെച്ച് നോക്കാം. ആന്റിബോഡി എലിസയോ ഇമ്മ്യൂണോഫ്ലോറസൻസോ ഒക്കെ ചെയ്യാം. ദെൻ കൾച്ചർ ചെയ്യാൻ വീമാൻ സ്റ്റെയിൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടോബി സ്റ്റെയിൻ അങ്ങനെയൊക്കെയുള്ള ഉപയോഗിക്കാം. വി ക്യാൻ ഓൾസോ യൂസ് PCR ഫോർ മോളിക്കുലർ ഡയഗ്നോസിസ് ചെയ്യാം. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ സെയിം ആണ്. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ട ട്രീറ്റ്മെന്റ് എന്ത് മരുന്നാണെന്നും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഇപ്പോൾ ഗാംബിയൻസ് ആണെങ്കിൽ നമുക്ക് വെസ്റ്റ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ആണ്. സോ ഇതിന് 2 സ്റ്റേജ് ഉണ്ട്. 2 സ്റ്റേജിലെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കൊടുക്കുക പെൻറ്റാമിഡിൻ ആണ്. പെൻറ്റാമിഡിൻ എന്ന് പറയുന്ന മരുന്നാണ് ഡ്രഗ് ഓഫ് ചോയ്സ്. വേണമെങ്കിൽ സുറാമിൻ എന്ന് പറയുന്ന മരുന്ന് നമുക്ക് കൊടുക്കാം. ദെൻ ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമ്മൾ CNS ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുക എഫ്ലോർനിത്തിൻ എന്ന് പറയുന്ന മരുന്ന്. ദെൻ അതിന്റെ കൂടെ നിഫുർട്ടി മോക്സ് എന്ന് പറയുന്ന മരുന്നും കൂടി കോമ്പിനേഷൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ദെൻ റോഡിസൻസ് ആണെങ്കിൽ നമ്മൾ അതിന്റെ ഈസ്റ്റ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ആണ്. സോ അതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ് ഈസ് നത്തിങ് ബട്ട് സുരാമിൻ എന്ന് പറയുന്ന മരുന്നാണ്. സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിൽ മെലാർസോപ്രോൾ ആണ് ഉപയോഗിക്കുക. സോ മരുന്നുകളെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ബ്രൂസി കഴിഞ്ഞു, സ്ലീപ്പിംഗ് സിക്നസ് കഴിഞ്ഞു, ഗാംബിയൻസും റോഡിസൻസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ട്രിപ്പനോസോമയുടെ അടുത്തത് നമ്മൾ പറയേണ്ടത് ക്രൂസി ആണ്. ക്രൂസി ഉണ്ടാക്കുന്നത് സൗത്ത് അമേരിക്കൻ ചാഗാസ് ഡിസീസ് എന്ന് വിളിക്കും. സൗത്ത് അമേരിക്കൻ ട്രിപ്പനോസോമിയാസിസ് ഓർ ചാഗാസ് ഡിസീസ്. സോ 1909 കാർലോസ് ചാഗോസ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഇത് കണ്ടുപിടിച്ചത്. ആൻഡ് മനുഷ്യനാണ് ഇതിന്റെ മാൻ ഈസ് ദ ഡെഫിനിറ്റീവ് ഹോസ്റ്റ്. പകർത്തുന്നത് ഇന്റർമീഡിയറ്റ് ആണ്. ഹോസ്റ്റ് വെക്ടറിന്റെ പേര് ട്രയാറ്റമിൻ ബഗ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ റെഡുവീഡ് ബഗ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഫേമസ് പേരൊന്നുമല്ല, കിസ്സിംഗ് ബഗ് എന്നാണ് തന്നെ വിളിക്കും. കിസ്സിംഗ് ബഗ് പല വെറൈറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അതിന്റെ ഏകദേശം രൂപമുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഭയങ്കര മണമുള്ള ഒരു ചുമന്ന സാധനം. ഓക്കെ, ആൻഡ് പല വെറൈറ്റി ഉണ്ട്. അത് ട്രയാറ്റമിൻ ഇൻഫെസ്റ്റൻസ് അല്ലെങ്കിൽ റോഡിയൻസ്, പ്രോലിയക്സസ്, പാൻസ്, ട്രൈംഗുലസ്, മിഗോട്ടസ് അങ്ങനെയൊക്കെയുള്ള പല വെറൈറ്റി 3 വെറൈറ്റി തന്നെ പരത്തുന്നുണ്ട്. ആൻഡ് ഈ ക്രൂസി എന്ന് പറയുന്ന മോർഫോളജിക്കൽ ഫോം 2 തരമുണ്ട്. ഒന്ന് ട്രിപ്പോമാസ്റ്റിക്കോഡ് ഫോം ആണ്. ട്രിപ്പോമാസ്റ്റിക്കോഡ് ഫോം നമ്മൾ നേരത്തെ പറഞ്ഞു. ആൻഡ് രണ്ടാമത്തെ ഫോം ഈസ് അമാസ്റ്റിക്കോഡ് ഫോം. ഇത് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ 2 ഫോം പറഞ്ഞത് ലീഷ്മേനിയയിലാണ്. സോ അതേപോലെ 2 ഫോം ഉണ്ട്. ആൻഡ് ഇൻഫെക്റ്റീവ് ഫോം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്. ദാറ്റ് ഈസ് മെറ്റാസൈക്ലിക് ട്രിപ്പോമാസ്റ്റിക്കോഡ് ഫോം ഈസ് ദ ഇൻഫെക്റ്റീവ് ഫോം. ആൻഡ് ഇത് മനുഷ്യനെ കടിച്ചു കഴിഞ്ഞാൽ സലൈവയിലൂടെ അല്ല പകരുക, പക്ഷെ അതിന്റെ ഫീസസിലൂടെയാണ് ഇത് പകരുക, ഓർ എക്സ്ക്രീറ്റയിലൂടെയാണ് പകരുക. സോ ദിസ് സ്റ്റെർക്കോവേറിയൻ എന്ന് നമ്മൾ സ്റ്റെർക്കോവേറിയൻ ആണ്, സലൈവയിലൂടെ അല്ല. സ്റ്റെർക്കോവേറിയൻ ഇനോക്കുലേഷൻ ആണ് നടക്കുക. സോ മനുഷ്യനെ ഫ്ലൈ കടിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകും, നമ്മളവിടെ മാന്തും. സോ കടിക്കുമ്പോൾ ചോരയാണ് എടുക്കുക. ചോര എടുക്കുമ്പോൾ വയറേറുമ്പോൾ ഇത് അപ്പിടും. സോ ഇത് എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഇതിനകത്ത് എക്സ്ക്രീറ്റയിലാണ് നമ്മൾ പറഞ്ഞു ഓൾറെഡി പാരസൈറ്റ്സ് ഇതിനകത്താണുള്ളത്. സോ കടിച്ച സ്ഥലത്ത് ഒരു മുറിവുണ്ടാകും. ആ മുറിവിലൂടെ നമ്മൾ ഇവിടെ കടിക്കുമ്പോൾ മാന്തുമ്പോൾ ആ മുറിവിലൂടെ എക്സ്ക്രീറ്റയിലൂടെ സംഭവം അകത്തേക്ക് കയറും. സോ ഇത് ഹീമോഫ്ലജല്ലേറ്റ് ആണ്. സോ ഇറ്റ് ഹാസ് ടു റീച്ച് ദ മാക്രോഫേജ്.
മാക്രോഫേജസിലേക്ക് എത്തുന്നു. മാക്രോഫേജസിലെത്തി കഴിയുമ്പോഴത്തേക്കും ദിസ് കൺവേർട്ട് ടു മാസ്റ്റിഗോട്ട് ഫോം ആകുന്നു. ദെൻ ബൈനറി ഫിഷൻ അങ്ങനെ കടന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ 2-3 സ്റ്റേജ് ഉണ്ട്, പ്രോ ആൻഡ് എപി ഇങ്ങനെയൊക്കെയുള്ള ട്രിപ്പോമാസ്റ്റിഗോട്ട് ഫോം ആകുന്നു. ആൻഡ് ദിസ് ട്രിപ്പോമാസ്റ്റിഗോട്ട് ഫോം സെൽ ഇങ്ങനെ ബേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും ഇത് പൊട്ടി പുറത്തേക്ക് വരും. ആൻഡ് ഇത് അടുത്ത ഫ്ലൈ അടിക്കുമ്പോൾ ആ ഫ്ലൈയിലേക്ക് ഇത് കയറും, ഫ്ലൈ വീണ്ടും അടുത്ത ആളെ കടിക്കുന്നു. ഇങ്ങനെ ലൈഫ് സൈക്കിൾ ഇങ്ങനെയാണ്. സോ എക്സ്ക്രീറ്റയിലൂടെയാണ് ഇത് പകരുക, മറ്റേ സലൈവയിലൂടെ. ഇനി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്നത് കൺജെനിറ്റൽ. സോ ദാറ്റ് ഈസ് കൺജെനിറ്റൽ ചാഗാസ് ഡിസീസ് ഉണ്ട്. ദെൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയും അപൂർവമായിട്ട് പകരാം. ഇൻക്യുബേഷൻ പീരീഡ് ഈസ് 1 to 2 weeks തന്നെയാണ്. ആൻഡ് ഇതിനും ഒരു അക്യൂട്ട് ഫേസ് ഉണ്ട്. ഒരു 8 to 12 weeks ആണ് ഒരു അക്യൂട്ട് ഫേസ്. ചിലപ്പോൾ ചില ആൾക്കാരിൽ ഇതൊരു സിവിയർ അക്യൂട്ട് ഡിസീസ് ഉണ്ടാക്കാം. സിവിയർ ആയിട്ടുള്ള അക്യൂട്ട് ഡിസീസ് ഉണ്ടാക്കാം. അപൂർവമാണത്. ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മെനിൻജോഎൻസെഫലൈറ്റിസ് ഒക്കെ ഉണ്ടാക്കാം. ആൻഡ് ഇത് സാധാരണ വരുന്നത് മനുഷ്യൻ ഇപ്പോൾ ഡ്രഗിന്റെ ഫീസസ് ഓറലായിട്ട് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് അങ്ങനെ പിടിക്കുന്ന ഈ ജീവിയുടെ ഫീസസ് ഓറലായിട്ട് കയറി കഴിഞ്ഞാൽ കിട്ടുന്നു. ആൻഡ് ഈ പ്രാണി കുത്തുന്ന ഭാഗത്തുണ്ടാകുന്ന പ്രശ്നത്തെ നമ്മൾ ചഗോമ എന്നാണ് വിളിക്കുക. മറ്റോട് നമ്മൾ ചാങ്കർ എന്നാണ് വിളിക്കുന്നത്. ചഗോമയാണ്. ദെൻ മറ്റൊരു പ്രശ്നമാണ് റൊമാനാസൈൻ എന്ന് പറയുന്നത് കണ്ണിൽ ആണ് ഇത് കുത്തുന്നതെന്ന് വിചാരിക്കുക. കണ്ണിന്റെ അപ്പർ ഐലിഡ് ആൻഡ് ലോവർ ഐലിഡ് ഇങ്ങനെ തടിച്ച് വീറ് വരുന്നതാണ് ഒരു സൈഡിൽ മാത്രം. അതാണ് ദിസ് അപ്പർ ആൻഡ് ലോവർ ഐലിഡ് സ്വോളൻ. അതാണ് റൊമാനാസൈൻ. മിക്കവാറും ആളുകൾ സിംറ്റമാറ്റിക് ആയിരിക്കും, രോഗമായിട്ട് അങ്ങനെ പോകും, ട്രീറ്റ്മെന്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ലാത്തവരായിരിക്കും. പക്ഷെ ഒരു 20 to 30% ആൾക്കാരിൽ ഇത് വർഷങ്ങൾക്ക് ശേഷം 10 മുതൽ 30-20 വർഷങ്ങൾക്കൊക്കെ ശേഷം 30 വർഷങ്ങൾക്ക് ശേഷം ഇറ്റ് ക്യാൻ കോസ് ഹൃദയ രോഗങ്ങൾ, കാർഡിയോവാസ്കുലർ ഡിസീസസ് ഉണ്ടാക്കാം, GI ഡിസീസസ് ഉണ്ടാക്കാം. ആൻഡ് ഹൃദയ രോഗങ്ങളെ നമുക്ക് കാർഡിയോമയോപ്പതി എന്ന് വിളിക്കാം. ആൻഡ് പലതരം ഹൃദയ പ്രശ്നങ്ങളാണ്. അരിത്മിയ ആകാം, ഹാർട്ട് ഫെയിലിയർ ആകാം, കാർഡിയക് അറസ്റ്റ് ആകാം, അങ്ങനെയൊക്കെയുള്ള വിവിധ തരം കാർഡിയക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. രണ്ടാമത്തത് GI പ്രശ്നങ്ങളാണ്. GI പ്രശ്നങ്ങളിൽ ഒന്ന് GIയിലെ നെർവ് ഡാമേജ് ഉണ്ടാകാം, നെർവ് ഡാമേജ് ഓഫ് ദ GI ട്രാക്ട് ഉണ്ടാകാം. അക്യൂട്ട് പ്രശ്നങ്ങൾ വയറിളക്കമായിരിക്കാം, വയറുവേദന, കോളിക് പെയിൻ ആയിരിക്കാം, ഡിസ്ഫേഗിയ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ദെൻ ഇസോഫാഗസ് ആൻഡ് ഓൾസോ കോളൺ, അതിന്റെ വലുതാകൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ മെഗാ ഇസോഫാഗസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മെഗാ കോളോ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. ആൻഡ് ഡയഗ്നോസിസ് നമുക്ക് ബ്ലഡ് അല്ലെങ്കിൽ CSF നമുക്ക് ഇവിടെ ചെയ്യേണ്ടി വരും. ദെൻ ചഗോമ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ചഗോമയുടെ ആ ഭാഗം എടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. സ്പ്ലീൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? നമുക്ക് അമാസ്റ്റിഗോട്ട് ഫോം ആയിരിക്കും കിട്ടുക. അമാസ്റ്റിഗോട്ട് ഫോം ആണ് നമുക്ക് ജീസ്മ സ്റ്റെയിൻ തന്നെ ഇവിടെ ഉപയോഗിക്കാം. കൾച്ചർ ചെയ്യാനായിട്ട് നമുക്ക് നമ്മൾ മറ്റേ ലീഷ്മേനിൽ പറഞ്ഞ NNN കൾച്ചർ മീഡിയ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ആന്റിബോഡീസ് ഇതിനെതിരെ നമുക്ക് കിട്ടും. അത് ഇമ്മ്യൂണോഗ്ലോബുലിൻ G ആന്റിബോഡീസ്, നമുക്ക് റെഡി ഇമ്മ്യൂണോ പ്രസിപ്പിറ്റേഷൻ അസേ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ട്രീറ്റ്മെന്റിന് മരുന്നുകളൊക്കെ കുറവാണ്. 2 മരുന്നുകൾ നമുക്ക് പഠിച്ചാൽ മതി. വൺ ഈസ് ബെൻസിമിഡസോൾ ആണ്. ബെൻസിമിഡസോൾ ആൻഡ് നിഫ്റ്റിമോക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. നിഫ്റ്റിമോക്സ് ഈ 2 മരുന്നുകൾ മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ട്രിപ്പനോസോമിയാസിസിൽ ഉപയോഗിക്കുന്ന ഈ മരുന്നുകളെല്ലാം ഓരോന്നായിട്ട് ഇൻഡിവിജ്വലായിട്ട് നോക്കാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.